ഹലോ എവരി വൺ, എക്സലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നിവിടെ നമ്മൾ ചർച്ച ചെയ്യുന്ന ഫിൽറ്ററുകളെ കുറിച്ചാണ്. നമുക്കറിയാം, എക്സലിൽ ഡേറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ആയിരക്കണക്കിന് റെക്കോർഡുകൾ നമ്മൾ ഒരു എക്സൽ ഷീറ്റിൽ നമ്മൾ സ്റ്റോർ ചെയ്യാറുണ്ട്. അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഡേറ്റയെ എങ്ങനെയാണ് ഫിൽട്ടർ ചെയ്തെടുക്കാൻ കഴിയുക എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഇതിനുവേണ്ടി ഞാൻ ഇവിടെ കുറച്ച് സാമ്പിൾ ഡേറ്റകൾ കൊടുത്തിട്ടുണ്ട്. എംപ്ലോയി ഡീറ്റെയിൽസ് ആണ്. അവിടെ എംപ്ലോയി ഐ ഡി, നെയിം, ഡിപ്പാർട്ട്മെന്റ്, പൊസിഷൻ, ക്വാളിഫിക്കേഷൻ, ഡേറ്റ് ഓഫ് ജോയിനിങ്, സാലറി, ഇത്രയും ഡീറ്റെയിൽസ് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് എനിക്ക് എങ്ങനെയാണ് ടെക്സ്റ്റുകളെ സോർട്ട് ചെയ്യാൻ കഴിയുക, എങ്ങനെയാണ് നമ്പറുകളെ സോർട്ട് ചെയ്യാൻ കഴിയുക, എങ്ങനെയാണ് ഡേറ്റിനെ സോർട്ട് ചെയ്യുക, ഇതിനെക്കുറിച്ചെല്ലാമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് കോപ്പി ചെയ്ത് വേറെടുത്ത് എങ്ങനെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യാം, ഇതെല്ലാം നമ്മൾ ഇന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഒരു ഫിൽറ്ററിനെ ഇങ്ങോട്ടേക്ക് അപ്ലൈ ചെയ്യാൻ നമുക്ക് പല മെത്തേഡുകളുണ്ട്. ഒരു മെത്തേഡ് എന്ന് പറയുന്നത്, ഇവിടെ നമ്മൾ ഡേറ്റ ടാബിൽ ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമുക്കിവിടെ ഫിൽറ്റർ എന്ന് പറയുന്ന ഐക്കൺ കാണാൻ കഴിയും. ആ ഫിൽറ്ററിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതാ ഫിൽറ്ററിന്റെ ആ മെനു ഇവിടെ വന്നിരിക്കും, നമുക്ക് കാണാൻ കഴിയും. എല്ലാ ഹെഡിങ്ങിന്റെയും അവിടെ ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് പോലെ ഒരു മെനു കാണുന്നുണ്ട്. ഇതാണ് ഫിൽറ്റർ ആയിട്ട് വരുന്നത്. ഇനി ആ ഫിൽറ്റർ നമുക്ക് അവിടെ വേണമെങ്കിൽ ആ ഫിൽറ്ററിൽ ഒരിക്കൽ കൂടി ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ആ ഫിൽറ്റർ അവിടെ നിന്ന് പോയി. ഇതാണ് ഒരു മെത്തേഡ്. ഡേറ്റ സോർട്ടിങ്ങിന് വേണ്ടിയുള്ള അടുത്ത മെത്തേഡാണ് ഇനി നമ്മൾ നോക്കുന്നത്. അതിന് നമ്മൾ ചെയ്യേണ്ടത്, കർസർ ഡേറ്റയുള്ള ഏതെങ്കിലും ഒരു സെല്ലിൽ കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കൺട്രോൾ ഷിഫ്റ്റ് എൽ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഫിൽറ്റർ ഐക്കൺ ഇവിടെ വന്നിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇനി അത് റിമൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ വീണ്ടും കൺട്രോൾ ഷിഫ്റ്റ് എൽ കീ ഒന്നുകൂടി പ്രസ് ചെയ്യുക. ഇപ്പൊ അവിടുന്ന് റിമൂവ് ആയി. ഇങ്ങനെ ഏത് മെത്തേഡ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്തതായി എങ്ങനെയാണ് ഈ തന്നിരിക്കുന്ന ഡേറ്റ എല്ലാം ഫിൽട്ടർ ചെയ്യുന്നു എന്ന് നോക്കാം. അതിന് നമ്മൾ ചെയ്യേണ്ടത്, ഏതെങ്കിലും ഒരു ഡേറ്റയിൽ കർസർ കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഫിൽറ്റർ ഓപ്ഷൻ, ഡേറ്റ എന്ന് പറയുന്ന ടാബിന്റെ കീഴിലുള്ള ഫിൽറ്റർ ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ ഫിൽറ്ററിന്റെ എല്ലാ ഐക്കൺസും ഇവിടെ വന്നിട്ടുണ്ട്. ഓരോ ഹെഡിങ്ങിന്റെ കീഴിലും വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഡിപ്പാർട്ട്മെന്റിലുള്ള ഡേറ്റ വെച്ചിട്ടാണ് ഫിൽറ്ററിംഗ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഡിപ്പാർട്ട്മെന്റ് അവിടെയുള്ള ഐക്കണിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ എനിക്കൊരു മെനു ഇവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഏത് സോർട്ടിംഗ് ഓർഡറിൽ വേണം എന്ന് നമുക്ക് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞു കൊടുക്കാം. അതുകൂടാതെ ഇവിടെ ഫിൽട്ടർ ചെയ്യേണ്ട എല്ലാ നെയിമുകളും ഇവിടെ സെലക്ട് ആയിട്ടുണ്ട്. ഇവിടെ ഈ പറയുന്ന പേരുകളിലായിരിക്കും നമ്മൾ ഫിൽട്ടർ ചെയ്യേണ്ടത്. ഇപ്പോൾ സെലക്ട് ഓളിൽ ഞാൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അതിന്റെ ഇവിടെയുള്ള ചെക്ക് ബോക്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് സെലക്ഷനും അവിടെ നിന്ന് പോയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇനി വീണ്ടും അതെല്ലാം സെലക്ട് ചെയ്യണമെങ്കിൽ വീണ്ടും സെലക്ട് ഓളിൽ തന്നെ ക്ലിക്ക് ചെയ്യുക. അതല്ല, ഏതെങ്കിലും പെർട്ടിക്കുലർ ഡേറ്റ വെച്ചിട്ടാണ് നമ്മൾ ഫിൽട്ടർ ചെയ്യുന്നതെങ്കിൽ ആ പെർട്ടിക്കുലർ ഡേറ്റയുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ചെക്ക് ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ ഞാനിവിടെ അക്കൗണ്ട്സിന്റെ ഡീറ്റെയിൽസ് ആണ് ഫിൽട്ടർ ചെയ്യാൻ പോകുന്നത്. അത് മാത്രം എനിക്ക് കണ്ടാൽ മതി. അതുകൊണ്ട് ഞാൻ അക്കൗണ്ട്സിന്റെ അവിടെയുള്ള ചെക്ക് ബോക്സിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുന്നു. ഇപ്പൊ നമുക്ക് നോക്കിയാൽ കാണാം, ഇവിടെ അക്കൗണ്ട്സിന്റെ കീഴിലുള്ള മുഴുവൻ ഡേറ്റയും സെലക്ട് ആയിരിക്കുന്നത്. ബാക്കിയുള്ള ഡേറ്റയിൽ നിന്ന് അക്കൗണ്ട്സിന്റെ ഡേറ്റ മാത്രം ഫിൽട്ടർ ചെയ്തുകൊണ്ട് നമുക്ക് ആ ഡേറ്റകൾ കാണിച്ചിരിക്കുന്നു. ഒരു സംശയം തോന്നുന്ന, ബാക്കിയുള്ള ഡേറ്റകളെല്ലാം ഡിലീറ്റ് ആയോ? ഒരു ഡേറ്റയും ഡിലീറ്റ് ആയിട്ടില്ല. ആ സെല്ലുകളെല്ലാം ഇവിടെ ഹൈഡ് ആയിട്ടിരിക്കുന്നുണ്ട്. ഈ റോയുടെ കൗണ്ട് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും, 3, 6, 11. അതിന്റെ ഇടയിൽ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട്. ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒന്നുകൂടി കാണണമെങ്കിൽ ഇവിടെ ഫിൽറ്ററിനെ നമ്മളൊന്ന് ക്ലിയർ ചെയ്താൽ മതി. ക്ലിയർ എന്ന് പറയുന്ന ബട്ടൺ ഉണ്ട്, ഇവിടെ ക്ലിയർ ചെയ്യുന്നു. ഇതാ ഫുൾ ഡേറ്റയും നമുക്കിപ്പോ ഇവിടെ കാണാൻ കഴിയും. ഇതിന്റെ അഡ്വാൻസ്ഡ് വേർഷൻ ഓഫ് ഫിൽറ്ററിംഗ് ഉണ്ട്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അഡ്വാൻസ് ഫിൽറ്റർ ഓഫ് ഡേറ്റയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ ഉള്ള ഫിൽറ്റർ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. നമുക്ക് ഫിൽറ്റർ ഓപ്ഷൻസ് എല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ ഒരു ടെക്സ്റ്റ് ഫിൽറ്റർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ ഒരു വിൻഡോ ഇവിടെ ഓപ്പൺ ആയി വരുന്നുണ്ട്. അതിൽ കുറച്ച് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ഈക്വൽസ്, ഡസ് നോട്ട് ഈക്വൽ, ബിഗിൻ വിത്ത്, എൻഡ് വിത്ത്, ഇങ്ങനെ പറഞ്ഞ് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ ഒരെണ്ണം ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. ബിഗിൻ വിത്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത്. ഞാനിപ്പോൾ ബിഗിൻ വിത്തിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നമുക്കൊരു വിൻഡോ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ബിഗിൻ വിത്ത്, നമ്മൾ ഏതാണ് ഒരു ക്യാരക്ടർ പറയുന്നത്. ഞാനിപ്പോൾ എം എന്നുള്ള ക്യാരക്ടർ കൊടുക്കുന്നു. എം, നമുക്ക് ഫുൾ ക്യാരക്ടർ കൊടുക്കണമെങ്കിൽ ഫുള്ള് കൊടുക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് എം മാത്രം, അപ്പോൾ എമ്മിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഫുൾ ഡീറ്റെയിൽസ് കാണാൻ വേണ്ടിയിട്ടാണ് ബിഗിൻസ് വിത്ത്. ഓക്കെ പ്രസ് ചെയ്യുന്നു. നമുക്ക് നോക്കിയാൽ കാണാം, എമ്മിൽ സ്റ്റാർട്ട് ചെയ്ത ഡീറ്റെയിൽസ് മാത്രമാണ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത്. ഇങ്ങനെയാണ് അഡ്വാൻസ് വേർഷൻ. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ ഓരോന്നിനും ഓരോ റിസൾട്ട് കാണും. ഇനി നമുക്ക് ഈ ഫിൽറ്റർ വേണ്ട എന്നുണ്ടെങ്കിൽ ഇവിടെ ഫിൽറ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിയർ ഫിൽറ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, ക്ലിയർ ചെയ്യുക. ഓട്ടോമാറ്റിക്കലി പഴയ ഡാറ്റ നമുക്ക് വീണ്ടും കാണാൻ കഴിയും. ഇതാണ് ടെക്സ്റ്റ് ബേസ്ഡ് ഫിൽറ്ററിംഗിന്റെ വർക്കിംഗ്. അടുത്തതായി ഇവിടെ എങ്ങനെയാണ് ഡേറ്റ് ഉപയോഗിച്ച് ഫിൽറ്ററിംഗ് നടത്തുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഫിൽറ്റർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. എല്ലായിടത്തും ഫിൽറ്ററിന്റെ ഐക്കൺ വന്നു കഴിഞ്ഞു. ശേഷം ഇവിടെ ഡേറ്റ് ഓഫ് ജോയിനിങ്ങിന്റെ അവിടെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ എനിക്ക് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് വന്നിട്ടുണ്ട്. ആ ലിസ്റ്റിൽ ഡേറ്റ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഓൾഡസ്റ്റ് ടു ന്യൂയസ്റ്റ്, അതുപോലെ തന്നെ ന്യൂയസ്റ്റ് ടു ഓൾഡസ്റ്റ് എന്ന രീതിക്കാണ്. അതുകൂടാതെ ആ ടേബിളിന്റെ അകത്തുള്ള എല്ലാ ഇയറിന്റെയും നമ്പേഴ്സ് അവിടെ വന്നിട്ടുണ്ട്. 2011 to 2018 വരെയുള്ള ഡീറ്റെയിൽസ് അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതെനിക്ക് അതിന്റെ സെലക്ഷൻ പോകണമെങ്കിൽ ഞാൻ സെലക്ട് ഓളിൽ ടിക്കിൽ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ എല്ലാത്തിന്റെയും സെലക്ഷൻ പോയി. ഇനി ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ
ഇയറിലുള്ള ഡേറ്റ സെലക്ട് ചെയ്യണമെങ്കിൽ ഞാൻ ആ ഇയറിന്റെ അവിടെ കൊണ്ടുവന്ന് ടിക്ക് കൊടുക്കുന്നു. ഞാൻ ഇപ്പോൾ 2014 സെലക്ട് ചെയ്യാൻ പോവുകയാണ്. അവിടെ ക്ലിക്ക് ചെയ്യുന്നു, ഓക്കെ പ്രസ് ചെയ്യുന്നു. ഇപ്പൊ നോക്കുക 2014 ഡേറ്റ നമുക്ക് ഫിൽട്ടർ ചെയ്ത് കിട്ടി. ഇനി ഈ ഫിൽട്ടർ ഇവിടുന്ന് പോകാൻ രണ്ട് മെത്തേഡ്സ് ഉണ്ട്. ഇവിടെ ഐക്കൺ ക്ലിക്ക് ചെയ്ത് ക്ലിയർ ഫിൽട്ടർ കൊടുക്കാം, അതല്ല എങ്കിൽ ഇവിടെയുള്ള ക്ലിയർ ഫിൽട്ടർ കൊടുക്കാം. അപ്പൊ എനിക്ക് പഴയ പോലെ തന്നെ ഡേറ്റ കിട്ടി. നമുക്കിനി മറ്റൊരു ഓപ്ഷനിലേക്ക് പോകാം. ഇവിടെ ഡേറ്റ് ഓഫ് ജോയിനിങ് അവിടെ ഒരു ഫിൽട്ടർ കീ ഇപ്പോഴും ഉണ്ട്. ഞാൻ ആ ഫിൽട്ടർ കീയിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് കിട്ടി. ഇവിടെ സെർച്ച് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അവിടെ നമുക്ക് ഇഷ്ടമുള്ള ഇയർസ് കൊടുത്തിട്ട് അതനുസരിച്ച് നമുക്ക് വാല്യൂ ഫിൽട്ടർ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ 2017 കൊടുക്കുകയാണ്. 2017 അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ കിട്ടുമെന്ന് നോക്കാം. ഓക്കെ പ്രസ് ചെയ്യുന്നു. അതാ 2017 അകത്തുള്ള ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടി. ഇനി ഈ ഫിൽട്ടർ ഒന്ന് ക്ലിയർ ചെയ്യുകയാണ്. എനിക്ക് അടുത്ത ഡേറ്റ പ്രോസസ് ചെയ്യണം, അതുകൊണ്ട് ഞാൻ ക്ലിയർ ചെയ്തു. ഇതിൽ നമ്മൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയ ഒരു വെർഷൻ ഡേറ്റിന്റെ അകത്ത് നമ്മൾ നോക്കുകയാണ്. അതിനുവേണ്ടി നമ്മൾ വീണ്ടും ഫിൽറ്റർ എന്ന് പറയുന്ന ഐക്കണിൽ ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഫിൽറ്ററിന്റെ ഐക്കൺ വന്നു. ഡേറ്റ് ഓഫ് ജോയിനിങ്ങിന്റെ അവിടെയുള്ള ഫിൽറ്റർ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് വന്നു. ഡേറ്റ് ഫിൽറ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇവിടെയുണ്ട്. അതിൽ ഞാൻ ആഫ്റ്റർ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ്. ആഫ്റ്റർ എന്ന് പറയുന്ന ബട്ടൺ ഞാനൊരു ഡേറ്റ് പറയുകയാണ്, 01/01/2017. ഈ പറയുന്ന ഡേറ്റിന് ശേഷമുള്ള ഡീറ്റെയിൽസ് എല്ലാം എനിക്ക് ഫിൽട്ടർ ചെയ്ത് കിട്ടണം. ഞാൻ ഇവിടെ ഓക്കെ പ്രസ് ചെയ്യുന്നു. നമ്മൾ ലിസ്റ്റ് നോക്കിയാൽ കാണാം 1/1/2017 ശേഷമുള്ള എല്ലാ ഡേറ്റയും നമുക്ക് ഫിൽട്ടർ ചെയ്ത് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് അഡ്വാൻസ് ലെവലിൽ ഒരു ഡേറ്റ് ഫിൽട്ടർ നമ്മൾ നടത്തുന്നത്. ഞാൻ വീണ്ടും ഇതൊന്ന് ക്ലിയർ ചെയ്യുകയാണ്. അതിന് ഇവിടെ ക്ലിയർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. അതേപോലെ വന്നു. അടുത്തതായി ഇനി നമ്മൾ നമ്പറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ഫിൽട്ടറിംഗ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഫിൽട്ടർ ഓപ്ഷൻ ഉണ്ട്. ഞാൻ സാലറിയുടെ അവിടെയുള്ള ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് വന്നു. ഇവിടെ സോർട്ട് സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ്, ലാർജസ്റ്റ് ടു സ്മോളസ്റ്റ്, ഈ ഓപ്ഷനാണ് അവിടെ കിടക്കുന്നത്. അതുപോലെ എത്ര സാലറി ഉണ്ടോ ആ ഡീറ്റെയിൽസ് എല്ലാം അവിടെ സെലക്ട് ആയി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇവിടെ നമ്പർ ഫിൽട്ടർ ആണ് ഇപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നത്. നമ്പർ ഫിൽറ്ററിന്റെ അകത്ത് സാലറി ഗ്രേറ്റർ ദാൻ 60,000 ആണ് ഞാൻ ഇപ്പോൾ കൊടുക്കാൻ പോകുന്നത്. ഗ്രേറ്റർ ദാൻ 60,000 ഓക്കെ പ്രസ് ചെയ്യുന്നു. നമുക്ക് നോക്കിയാൽ കാണാം 60,000 മേലെയുള്ള എല്ലാവരുടെയും സാലറി ഇവിടെ നമുക്ക് ഫിൽട്ടർ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്പർ ഫിൽട്ടറിംഗ് നമ്മൾ നടത്തുന്നത്. അപ്പോൾ 3 ടൈപ്പ് ഫിൽട്ടറിംഗ് നടത്തി. പിന്നെ ഇപ്പൊ നമുക്ക് ഈ ഫിൽട്ടർ ചെയ്ത് കിട്ടിയിരിക്കുന്ന ഡേറ്റ വേറെ എവിടെയെങ്കിലും കോപ്പി പേസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഏത് ഡേറ്റയാണ് നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത്രയും നമ്മൾ കർസർ കൊണ്ടുവന്ന് വെക്കുക. ഡ്രാഗ് ചെയ്ത് കോപ്പി ചെയ്യുക, Ctrl+C പ്രസ് ചെയ്യുക, കോപ്പി ചെയ്യാൻ Ctrl+C. അപ്പൊ നമുക്ക് അത്രയും ഡേറ്റ കോപ്പി ചെയ്ത് വന്നു. ഇനി ഞാൻ പുതിയൊരു ഷീറ്റിലേക്കാണ് അത് കോപ്പി ചെയ്യാൻ നോക്കുന്നത്. ഞാൻ അവിടെ ഷീറ്റ് 5 ഓപ്പൺ ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ ഞാൻ അത് പേസ്റ്റ് ചെയ്യുകയാണ്. Ctrl+V കൊടുത്ത് പേസ്റ്റ് ചെയ്യുന്നു. അവിടെ നിന്ന് കോപ്പി ചെയ്ത ഡേറ്റ എനിക്ക് ഇവിടെ കിട്ടി. ഇങ്ങനെ ഞാൻ ഫിൽട്ടർ ചെയ്ത ഡേറ്റ, ഇപ്പൊ ഫിൽട്ടർ ചെയ്ത ഡേറ്റ മാത്രമേ ഇവിടെ ഉള്ളൂ. നമ്മുടെ ഇഷ്ടാനുസരണം ഇതുപോലെ ഓരോ ഫിൽട്ടറിംഗ് നടത്താം. ഇപ്പൊ ഫിൽട്ടറിംഗിൽ നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്നത് ടെക്സ്റ്റിന്റെ ഫിൽട്ടറിംഗ്, അതുപോലെ തന്നെ ഡേറ്റിന്റെ ഫിൽട്ടറിംഗ്, നമ്പറിന്റെ ഫിൽട്ടറിംഗ്. ഇത്രയും എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും ഇത് പ്രാക്ടീസ് ചെയ്യണം. എന്നാൽ മാത്രമാണ് നമുക്ക് ഇത് തറവാവുകയുള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇതിന്റെ കമന്റ് ബോക്സിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇനി പുതിയൊരു അധ്യായമായി നമ്മൾ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.